ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഞാനിന്ന് തേങ്ങ അരച്ചിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. ചീലാവ് മീൻ കഴുകി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. പിന്നെ കുഞ്ഞുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, നമ്മുടെ കടുക്, ഉലുവ, കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ, തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി ആദ്യം നല്ലതുപോലെ ഒന്ന് ചതച്ചിട്ടെടുക്കണം കേട്ടോ. ചതച്ചെടുത്തിട്ട് തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, ചെറിയുള്ളി, ഉലുവ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചട്ടി വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കിനും കടുക് എടുത്തിടണം നമ്മൾ. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇത്രയും ഒന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് മൂത്ത് വരണം. ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കരിവേപ്പിലയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ശേഷം പിന്നെ നമ്മൾ ചേർക്കേണ്ടത് എന്നിട്ട് ഇനി ഇതിനോട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊരു അര തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴറ്റി പിന്നെ നമ്മുടെ അരപ്പ് നല്ലപോലെ അരച്ചത് അതും ചേർത്ത് മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് കുടംപുളി ഇട്ടിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ശീലാവ് മീൻ കഷ്ണങ്ങൾ അതിലേക്കിടാം. ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ടിടുക. മീൻ വെന്ത് വന്നു കഴിഞ്ഞിട്ട് അധികം തവിയിട്ട് ഇളക്കണ്ട കേട്ടോ, മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ ചേർത്തിട്ടുണ്ട് ഞാൻ. എല്ലാം റെഡിയായി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക. മീൻ നല്ല വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലേശം കരിവേപ്പിലയും പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ചു വയ്ക്കുക. ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ കുറുകും കേട്ടോ. അപ്പോൾ ദാ എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി എന്താ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് നമ്മുടെ മീൻകറി ഒന്ന് കണ്ടാലോ. ഇതാണ് നമ്മുടെ മീൻകറി. ഇരുന്ന് കുറുകിയ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറെടുത്തു. ചോറെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ മീൻകറി ഒഴിച്ച് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക് യു. ഓക്കെ, അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു. ബൈ ബൈ.